മോഹൻലാൽ സിനിമകൾക്ക് എന്തുപറ്റി? അന്നും ഇന്നും തമ്മിലുള്ള മാറ്റം നമുക്ക് പരിശോധിക്കാം. മലയാളികൾക്ക് മോഹൻലാൽ എന്നാൽ വെറും ഒരു നടനല്ല, ഒരു വികാരമാണ്. ദാസനായും ജയകൃഷ്ണനായും മംഗലശ്ശേരി നീലകണ്ഠനായും നമ്മുടെ സ്വീകരണ മുറികളിൽ വന്ന് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത താരം. എന്നാൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നമ്മൾ കാണുന്ന മോഹൻലാൽ സിനിമകളും നമ്മൾ നെഞ്ചിലേറ്റിയ പഴയ വിന്റേജ് സിനിമകളും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. എവിടെയാണ് ആ മാറ്റം സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം. പഴയ സിനിമകളുടെ കരുത്ത്. മോഹൻലാലിന്റെ പഴയ സിനിമകളുടെ കരുത്ത് പരിശോധിക്കുമ്പോൾ ഒന്നാമതായി എടുത്തു പറയേണ്ടത് കഥാപാത്രങ്ങളുടെ സ്വാഭാവികതയാണ്. പഴയ സിനിമകളിൽ മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു. കോമഡിയും സെന്റിമെന്റ്സും ഒരുപോലെ വഴങ്ങുന്ന ആ ശരീരഭാഷ നമ്മളെ അത്ഭുതപ്പെടുത്തി. പഴയ സിനിമകളിൽ എടുത്തു പറയേണ്ട ഒന്നായിരുന്നു കഥാപാത്രങ്ങളുടെ സ്വാഭാവികത. രണ്ടാമതായി നോക്കുകയാണെങ്കിൽ കഥകളുടെ മിടുക്ക്. പഴയ സിനിമകളുടെ കഥകളുടെ മിടുക്ക് പത്മരാജൻ, ലോഹിതദാസ്, ശ്രീനിവാസൻ, പ്രിയദർശൻ തുടങ്ങിയ പ്രതിഭകളുടെ ശക്തമായ തിരക്കഥകളായിരുന്നു അന്നത്തെ സിനിമകളുടെ ജീവൻ. ലാലേട്ടൻ എന്ന നടന്റെ കഴിവിനെ പൂർണ്ണമായി പുറത്തെടുക്കാൻ ആ കഥാപാത്രങ്ങൾക്ക് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മൂന്നാമതായി എടുത്തു പറയേണ്ടത് സാധാരണക്കാരന്റെ പ്രതിനിധി. പഴയ സിനിമകളിൽ മോഹൻലാൽ സാധാരണക്കാരന്റെ പ്രതിനിധിയായിട്ടാണ് വന്നിരുന്നത്. തൊഴിലില്ലാത്ത യുവാവായും പ്രണയിനിയോർത്ത് കരയുന്ന കാമുകനായും അദ്ദേഹം സാധാരണക്കാരന്റെ പ്രതിനിധിയായി ജീവിച്ചു. പുതിയ കാലത്തെ മാറ്റങ്ങൾ. മോഹൻലാലിന്റെ പുതിയ കാലത്തെ മാറ്റങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ ഒന്നാമതായി എടുത്തു പറയേണ്ടത് മാസ് ഇമേജിലേക്കുള്ള മാറ്റമാണ്. കാലം മാറിയപ്പോൾ ലാലേട്ടൻ എന്ന നടനേക്കാൾ സൂപ്പർ സ്റ്റാർ എന്ന ബിംബത്തിനാണ് സിനിമകൾ പ്രാധാന്യം നൽകിയത്. കോമഡിയും ഇമോഷൻസും നിറഞ്ഞ പഴയ ലാലേട്ടന് പകരം വലിയ ഡയലോഗുകളും ആക്ഷനുമുള്ള മാസ് ഹീറോ പരിവേഷം പലപ്പോഴും കഥാപാത്രങ്ങളെ അസ്വാഭാവികമാക്കി. രണ്ടാമതായി എടുത്തു പറയേണ്ടത് തിരക്കഥകളിലെ പോരായ്മ. സമീപകാലത്ത് പല സിനിമകളും വലിയ ബജറ്റിൽ വന്നെങ്കിലും പഴയതുപോലെ പ്രേക്ഷകരുടെ മനസ്സിൽ തട്ടുന്ന തിരക്കഥകളുടെ കുറവ് വ്യക്തമായി കാണാം. പുതിയ സിനിമകളിൽ മൂന്നാമത്തെ പോയിന്റ് പ്രേക്ഷകരുടെ മാറിയ കാഴ്ചപ്പാട് തന്നെയാണ്. ഇന്നത്തെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് ലാലേട്ടൻ വലിയ സ്റ്റണ്ടുകൾ ചെയ്യുന്നതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് മിന്നിമറയുന്ന ആ പഴയ തനത് ഭാവങ്ങൾ തിരിച്ചു കൊണ്ടുവരാനാണ്. മോഹൻലാൽ എന്ന നടന്റെ പ്രതിഭയ്ക്ക് യാതൊരു മങ്ങലും ഏറ്റിട്ടില്ല. ശരിയായ സംവിധായകരും ശക്തമായ തിരക്കഥകളും ലഭിച്ചാൽ ഇനിയും നമ്മളെ വിസ്മയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. വരാനിരിക്കുന്ന വലിയ പ്രൊജക്ടുകൾ ആ പഴയ വിന്റേജ് ലാലേട്ടനെ തിരികെ തരുമെന്ന് പ്രത്യാശിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോഹൻലാൽ സിനിമ ഏതാണെന്ന്, അദ്ദേഹം ഇനിയും എങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.